പ്രാധാന്യമുള്ള വാർത്തയിലേക്കാണ്. ഈ മണിക്കൂർ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഈ നമ്മുടെ മലയോര മേഖലകളിൽ സ്ഥിരമാണ് ഈ കാട്ടാനകൾ ഇറങ്ങിയുള്ള ശല്യം. ആളുകൾക്ക് വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഇത് മലയോര മേഖലയിലെ മാത്രം പ്രശ്നമല്ല. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറെക്കുറെ എല്ലാ സ്ഥലങ്ങളിലും ഈ കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന സ്ഥിതിവിശേഷം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂർ ചൊക്കന നിവാസികൾ കാട്ടാന പേടിയിൽ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ചൊക്കന ഗ്രൗണ്ടിനടുത്തുള്ള ഹാരിസൺ മലയാളം എസ്റ്റേറ്റ് ലയത്തിന് സമീപത്താണ് ആനകൾ സ്ഥിരമായി ഇറങ്ങുന്നത്. ഇന്ന് പുലർച്ചെ ലയത്തിന് സമീപം കണ്ട ആനയെ തുരത്താൻ ശ്രമിച്ച നാട്ടുകാർക്കു നേരെ പാഞ്ഞെടുത്തു. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. അല്ല അവിടെ നിന്ന് കോപ്പില് പൊട്ടില്ലേ ലെവിൻ കെ വിജയനുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ലെവിൻ, ഈ കാട്ടാന ശല്യം ഒരു രക്ഷയുമില്ലാതെ തുടരുകയാണ് അല്ലേ? ഇത് സ്ഥിരമായി കാട്ടാനയ്ക്ക് ഇറങ്ങുന്ന മേഖലയാണോ? സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്ന മേഖലയാണ്. തൃശ്ശൂർ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ആനശല്യം രൂക്ഷമാണ്. നമുക്കറിയാം, ആതിരപ്പള്ളി, ഏഴാറ്റുമുഖം തുടങ്ങിയ മേഖലകൾക്ക് പുറമെ അകമല, അതോടൊപ്പം തന്നെ ചൊക്കര, കുണ്ടായി തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലായി നിരന്തരം ആനകൾ ഇറങ്ങുന്ന അതും അതേ തുടർന്ന് പാലിപ്പള്ളി പോലുള്ള മേഖലകളിലടക്കം നിരന്തരം ആളുകൾ ബുദ്ധിമുട്ടിലാകുന്നതും ഒക്കെ ഉള്ള വാർത്തകൾ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് രാവിലെ സംഭവിച്ച കാര്യമാണിത്. ചൊക്കനയിലെ ഹാരിസൺ മലയാളം എസ്റ്റേറ്റിന് സമീപം ലയങ്ങൾക്ക്, അതായത് തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങൾക്ക് ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന കാട്ടുകൊമ്പനെയാണ് ഈ കാണുന്നത്. പുലർച്ചെ 5 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ആനയെ പടക്കം പൊട്ടിച്ച് തുരത്താൻ നോക്കുന്നെങ്കിലും ആന യാതൊരു കൂസലുമില്ലാതെ ഈ ലയങ്ങൾക്ക് സമീപം നിലയുറപ്പിക്കുന്നു. പിന്നീട് ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാത്ത നിലയിലാണ് ഈ പ്രദേശങ്ങളിലുള്ള ആളുകൾ അത്രയുമുള്ളത്. കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്, സ്ത്രീകളുണ്ട്. ഇത്തരത്തിൽ പുറത്തിറങ്ങാനാവാത്ത നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നത്. ആന ഒരു തരത്തിലും പിന്തിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. പടക്കം പൊട്ടിക്കുമ്പോഴൊക്കെ സാധാരണഗതിയിലൊക്കെ മുൻപൊക്കെ ആനകൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഭയന്ന് മാറുകയും ചെയ്തിരുന്നു. പക്ഷേ പടക്കം തൊട്ടടുത്ത് വീണ് പൊട്ടിയിട്ടും ആന യാതൊരു കൂസലുമില്ലാതെ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇത്തരത്തിൽ നിരന്തരം വന്യമൃഗശല്യത്താൽ, പ്രത്യേകിച്ച് കാട്ടാന ശല്യത്താൽ ബുദ്ധിമുട്ടിലാകുന്നത് തൊഴിലാളികൾ അടക്കമുള്ള ആളുകളാണ്. ആയിരക്കണക്കിന് ആളുകൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമായി തുടരുന്നത്. പലപ്പോഴും ട്രെഞ്ച് മറ്റും നിർമ്മിച്ച് ഈ ആനശല്യം അടക്കം പരിഹരിക്കാനാകുമെങ്കിലും അതിലേക്കുള്ള നടപടികളും വലിയ കാര്യമായിട്ടൊന്നും മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതും തൊഴിലാളികൾ ആരോപിക്കുന്നു. അതുപോലെ തന്നെയാണ് ലെവിൻ, എല്ലായിടത്തെയും പ്രശ്നം തന്നെയാണ്. കാരണം കാലാകാലങ്ങളായിട്ട് ഈ കാട്ടുമൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങുന്നതിനെതിരെ ഒരു നടപടി വേണമെന്ന് കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ്. പക്ഷേ അതിനൊന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും കഷ്ടമായ ഒരു കാര്യം. ഇപ്പോൾ നമ്മൾ ഈ കണ്ടത് തൃശ്ശൂരിലെ കാട്ടാന ഇറങ്ങിയുള്ള സംഭവമാണ്.